വെൽക്കം ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസ് ഷോയിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 4ാം എവിക്ഷൻ പ്രോസസ്. ആരായിരിക്കും പ്രേക്ഷക വിധി പ്രകാരം ഇന്ന് ഈ വീടിനോടും ഷോയിനോടും എന്നേക്കുമായി വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ആ മത്സരാർത്ഥി എന്നറിയില്ല. അങ്ങനെ ആഴ്ചകൾ മുന്നോട്ട് പോകും തോറും ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു തുടങ്ങും. വരൂ, അകത്തേക്ക് പോയി നമുക്ക് അവരെ ഒന്ന് കാണാം. സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിയുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ലൈവ് സ്റ്റോറി ടാസ്ക്? കാട്ടാക്കട കോഴി പറയൂ. വളരെ നല്ല ടാസ്ക് ആയിരുന്നു. എല്ലാവരും കാളെ ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നായി ചെയ്തു. കാരണം ബാക്കി എല്ലാവരും ലൈവ് സ്റ്റോറിന്ന് ടാസ്ക് സീരിയസ് ആയി എടുത്ത് ടാസ്കിനനുസരിച്ച് പെരുമാറി. എന്നാൽ കാളിയ അതൊരു നിസ്സാരമായിട്ട് കണ്ടു. ഓക്കെ, പിങ്കിക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എന്തായാലും വീട്ടിലെ പുതിയ ക്യാപ്റ്റനായ മോട്ടുവിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു. ഇനി അടുത്ത ആഴ്ച വരെ നിങ്ങളുടെ അവസരമാണ്. എല്ലാം കൃത്യതയോടെ ചെയ്യുക. നാളെ വീടിനുള്ള പുതിയ ടീമുകളൊക്കെ ഉണ്ടാക്കുക. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ആരാണ്? ജാക്കി ലൈവ് സ്റ്റോറി അതിഗംഭീരമായി തന്നെ ചെയ്തു. നിങ്ങൾ സേവ്ഡ് ആണ്. ഓ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അടുത്തത് നോബിത. എന്താണിത്? എല്ലാവരും നിങ്ങളെ പറയുന്നത് ഒരൊറ്റ റീസൺ. 1ാം ദിവസം മുതൽ കഴിഞ്ഞ 19ാം ദിവസം വരെ, ഇന്ന് 20ാമത്തെ ദിവസം വരെ നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്ന ഒരു ഗെയിമർ ആണെന്ന്. എന്ത് പറ്റി? എന്തിനാണ് ഇങ്ങനെ ആരോടും അത്ര കോൺവെർസേഷൻ ഇല്ലാതെ സൈലന്റ് ആയിരിക്കുന്നത്? അതെ സാർ, എനിക്കിവിടെ എന്ത് പറയണമെന്ന് അറിയില്ല സാർ. ഒന്നാമത്, രണ്ടാമത് എന്തെങ്കിലും പറഞ്ഞാൽ അബദ്ധമായി പോകുമെന്ന്. അതുകൊണ്ട് എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് സേഫായിട്ട് കളിക്കുന്ന ഒരു ഗെയിമർ അല്ല ഞാൻ. എന്തായാലും ആലോചിച്ച് ഇരുന്ന് കളിക്കുകയാണ്. അപ്പൊ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അതിനെ റിയാക്ട് ചെയ്യും. ഇനിയിപ്പോൾ ആരൊക്കെയാണുള്ളത്? നോബിത്ത, കാളിയ, പിങ്കി. അപ്പൊ ഈ 3 പേരാണല്ലേ. അപ്പൊ ഈ 3 പേരിൽ നിന്നും പ്രേക്ഷക വിധി പ്രകാരം ഇന്ന് പുറത്തേക്ക് പോകുന്നത്, എന്റെ കയ്യിൽ കാർഡുണ്ട്. പ്രേക്ഷക വിധി പ്രകാരം 4ാം ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിലൂടെ വീടിനോട് വിട പറയുന്ന ആ മത്സരാർത്ഥി വേറെ ആരുമല്ല, കാളിയാണ്. കാളിയ, എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലായിടത്തേക്ക് വരാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അങ്ങനെ വീണ്ടും പ്രേക്ഷക വിധി പ്രകാരം ഒരു മത്സരാർത്ഥി ഈ വീടിനോട് വിട പറയുകയാണ്. ലെറ്റ്സ് വെൽക്കം കാളിയ. എന്തു പറ്റി കാളിയ? ഞാൻ ഉറപ്പിച്ചിരുന്നു ഇത്തവണ എവിക്ഷനിൽ വന്നപ്പോൾ ഉറപ്പായും പുറത്തേക്ക് പോകുമെന്ന്. പ്രേക്ഷകരും എന്നെ ഇപ്പോൾ അതേപോലെ തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. എനിക്ക് സന്തോഷമായി ഇത്രയും ദിവസം അവിടെ ആ വീട്ടിൽ ഈ ഷോയിൽ നിൽക്കാൻ പറ്റിയതിൽ. പിന്നെ ഇതൊരു ഗെയിമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 50 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഷോയിലേക്ക് കയറിയ ഒരാളല്ല. എത്ര ദിവസം മാക്സിമം ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 20 ദിവസം എന്നത് തന്നെ വലിയ കാര്യമായി ഞാൻ തീർച്ചയായും ഇതൊരു വലിയ കാര്യമാണ്. 20 ദിവസം പുറം ലോകവുമായി ബന്ധമില്ലാതെ ആ വീടിനുള്ളിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബിഗ് ടാസ്ക്. ആ ടാസ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അതാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒഴിപ്പിക്കുള്ളൂ. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച ഒരു പ്രധാനപ്പെട്ട ആഴ്ചയാണ്. അതെ, ബിഗ് ബോസ് ഷോയുടെ 5ാം ആഴ്ച. അത് കാത്തിരുന്ന് കാണുക. അടുത്ത ആഴ്ച കാണുക.